ായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നല്ലൊരു ഫിഗർ ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ഞാൻ ഈ ക്യാമറ നോക്കി പറയട്ടെ, ഞങ്ങൾ സൂപ്പർ ഹീറോസ് തന്നെയാണ്. കാരണം ഒരു ഫാമിലി ഫുള്ളും വീട്ടിൽ നിന്ന് കേരളത്തിലെ നഴ്സുമാര് സൂപ്പർ ഹീറോസ് തന്നെയാണ്. അതിന് കാരണമുണ്ട്, അതും കൂടി പറഞ്ഞുതരാം, അതുകൂടി കണ്ടോളി. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് പറയുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നത്, കോവിഡ് കാലത്ത് PPE കിറ്റിട്ട് വയർത്ത് കുളിച്ച് 12 മണിക്കൂറിലധികം പണിയെടുത്ത് സ്വന്തം കുഞ്ഞിനെ നോക്കാനുള്ള മെറ്റേണിറ്റി ലീവ് പോലും എടുക്കാതെ കഷ്ടപ്പെട്ട് പണിയെടുത്ത നഴ്സുമാർക്ക് സാലറി കൊടുക്കാനോ കൂട്ടിക്കൊടുക്കുവാനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയുന്നത് വെറും പൊള്ളയാണ്. കോവിഡ് സമയത്ത് ഇവിടെ ഇരുന്ന് PR വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? ആ PR വർക്കിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ബഹുപരീക്ഷണം വരുന്ന നഴ്സുമാരായിരുന്നു. അത് മറക്കണ്ട, അത് പറഞ്ഞ സത്യം തന്നെ. ആശാ വർക്കർമാരെ മുട്ടിലഴിച്ചു, റാങ്ക് ലിസ്റ്റുകാരെയും മുട്ടിലഴിച്ചു, അവരെ കൊണ്ട് പേപ്പർ കത്തിപ്പിച്ചു. ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്യിപ്പിക്കും? ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള മെഡിക്കൽ സേവനങ്ങളിൽ ഏറ്റവും പ്രഗത്ഭരായ നഴ്സുമാരുള്ളത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് വിദേശ രാജ്യത്ത് പോലും അവർക്ക് ചോദിക്കുന്ന ശമ്പളം ഇത്രയും ആളുകൾ നഴ്സ് ജോലിക്ക് വേണ്ടി അങ്ങോട്ട് പോകുന്നത്. അവർക്ക് അടിസ്ഥാന വേതനം ഇവിടെ കൊടുക്കണതിന് എന്താണ് പ്രശ്നം? എന്തുകൊണ്ടത് കൊടുത്തുകൂടാ? അവരൊരു പ്രൊഫഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നോബൽ പ്രൊഫഷൻ, മാലാഖമാര്, ആതുര സേവനം, ദൈവത്തെ പോലെ, അവർ ശമ്പളം ചോദിച്ചാൽ കൊടുക്കൂല. അതെന്ത് രീതിയാണ്? ഇവിടെ പകുതി കാര്യങ്ങളും പകുതിക്ക് മുക്കാൽ കാര്യങ്ങളും എക്സ്പീരിയൻസ് ആയിട്ടുള്ള നഴ്സുമാരാണ് ചെയ്യുന്നത്, വസ്തുതയാണ്. അവർക്ക് അർഹമായിട്ടുള്ള ശമ്പളം 40,000 റുപ്യ അല്ലെങ്കിൽ 50,000 റുപ്യ, എന്താ വെച്ചാൽ 40,000 റുപ്യക്ക് 40,000 റുപ്യ, അത് കൊടുക്കണോണ്ട് എന്താണ് പ്രശ്നം? അവർക്ക് നീതി ലഭിക്കണം. ഇത്രയും ആതുരമായിട്ടുള്ളൊരു സേവനം ഇത്രയും പ്രഗത്ഭമായ രീതിയിൽ കേരളത്തിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് കേരളത്തിലല്ല മറ്റു ഇന്ത്യയിൽ മറ്റു പ്രദേശങ്ങളിലും വിദേശത്തും എല്ലാം ഇവർ പോയിട്ട് ഇത്രയും സമ്പാദിക്കുക. എല്ലാവർക്കും വിദേശത്ത് പോകാൻ പറ്റില്ല. അപ്പം നാട്ടിൽ എന്തുകൊണ്ട് ഇവർക്ക് അടിസ്ഥാന വേതനം വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളത് ചോദ്യമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ സർക്കാരും തയ്യാറാവണം, ബാക്കിയുള്ള ആളുകളും തയ്യാറാണ്. ഇത് രാഷ്ട്രീയം നോക്കണ്ട. കേരളത്തിലെ നഴ്സുമാരുടെ ജോലി അറിയണം, എല്ലാവർക്കും അറിയാം അവർ അണ്ടർ പെയ്ഡ് ആണ് എന്നുള്ളത്. അവരുടെ സ്കില്ലിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് അവർക്ക് കിട്ടുന്നില്ല, അതൊരു വസ്തുതയാണ്. അതിനുവേണ്ടി അവർ സമരം ചെയ്യാൻ കുറേ കാലങ്ങളായി. ഇന്നും നമ്മൾ അവരെ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. അവരൊക്കെ ചെയ്ത വർക്കിലാണ് നമ്മൾ PR പണിതിട്ട് അങ്ങോട്ട് കയറ്റിക്കണേ. ആരോഗ്യ മേഖല നമ്പർ 1. കോവിഡിൽ നമ്മൾ അന്താരാഷ്ട്രം നമ്മളെ വിളിച്ച് ചോദിക്കണു, എവിടെ മാസ്ക്, എവിടെ എന്താ നിങ്ങൾ ചെയ്ത്? ഇതപ്പോൾ ഒന്നും ചോദിക്കണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ ആരോഗ്യ മേഖല കെട്ടിടങ്ങൾ മേൽ കെട്ടിടം, ഇതൊക്കെ പൊക്കണതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവർ തന്നെയാണ്. അത് മനസ്സിലാക്കണം. അവർക്ക് നീതി ലഭിക്കണം, അവരൊറ്റ ആവശ്യമുള്ളൂ. നന്ദി, നമസ്കാരം.